തലമുറകളായി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു ഔഷധ സസ്യമാണ് ബ്രഹ്മി എന്നുള്ളത്. നമുക്ക് ബ്രഹ്മി എന്നുള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിവികാസത്തിനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. എന്നാൽ ബ്രഹ്മിക്ക് ഈ ഒരു മേധ്യം, അതായത് ബുദ്ധിക്ക് എന്നുള്ളതിലുപരി ഒരുപാട് ഗുണങ്ങളാണ് ഉള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രഹ്മിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ റോഷ്ന, അർഹസ ആയുർവേദ ആശുപത്രി, കരുനാഗപ്പള്ളി. നമ്മൾ കുഞ്ഞു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. നമ്മൾ കണ്ണടിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു സ്പൂൺ ബ്രഹ്മി ചതച്ചരച്ച് അതിന് നീരെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് അത് ചവച്ചരച്ച് കഴിക്കാൻ പറയുകയോ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അന്നത്തെ ഉണ്ടാവുന്ന ആ കോൺസെൻട്രേഷൻ, അവർക്ക് ക്രമാതീതമായി അവരുടെ ന്യൂറോൺസിനെ ബ്രെയിനിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും വളരെയധികം കൂടി വരികയാണ്. നമ്മുടെ ആയുർവേദത്തിൽ തന്നെയുണ്ട് ബ്രഹ്മീഘൃതം എന്നുള്ളത്. അത് ബ്രഹ്മിയുടെ പ്രോപ്പർട്ടിയും നെയ്യുടെ പ്രോപ്പർട്ടിയും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി ഗുണം ഉണ്ടാവുന്നു എന്ന് വേണമെങ്കിലും പറയാം. അപ്പം നമ്മൾ ബ്രഹ്മിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുമ്പോൾ ഇതൊരു മേധ്യരസായനമാണ്, അതൊരു മേധ്യമായ ഔഷധമാണ്. അതായത് ബുദ്ധിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതും കോൺസെൻട്രേഷൻ, അതുപോലെ പഠനത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ എല്ലാം മാറ്റുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ബ്രഹ്മി. വേണമെങ്കിൽ പറയാം ഒരു മേധ്യരസായനമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ബുദ്ധിയിൽ മാത്രം നിൽക്കുന്നതല്ല, നമുക്ക് ഈ ഡിപ്രഷൻ പേഷ്യൻസൊക്കെ നമുക്ക് ഒപ്പിയിൽ വരാറുണ്ട്. അവർക്ക് പോലും ഒരു 4 ദിവസം അടുപ്പിച്ച് ബ്രഹ്മിയുടെ നീര് നമ്മൾ 4 ദിവസം അല്ലെങ്കിൽ 4 ആഴ്ചകൾ കൊടുത്താലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അത്രയും കൊടുക്കുമ്പോൾ തന്നെയും നമുക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു തോട്ട്, അതായത് നമുക്ക് എല്ലാം ഒറ്റപ്പെടുന്നു, അല്ലെങ്കിൽ രാത്രി ഉണ്ടാവുന്ന ഭയം, അവർക്കുണ്ടാവുന്ന ആ ഒരു ടെൻഷനുകൾ, അവരുടെ ദേഷ്യം എല്ലാം കുറച്ചിട്ട് അവർക്കൊരു നല്ലൊരു ഏകാഗ്രത ലഭിക്കുന്നതിനും അവരുടെ ആ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഇത് മാറ്റുന്നു, ഒരു പരിധിയിൽ കൂടുതലും ഇത് മാറ്റുന്നതായി നമുക്ക് കാണാറുണ്ട്. എന്നാൽ ഇതിനുപരി നമുക്ക് ആസ്മ പേഷ്യൻസിന് നമുക്ക് ബ്രഹ്മി നിത്യവും കൊടുക്കാവുന്നതാണ്. ആസ്മാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് ബ്രോങ്കിയൽ ഡയലേഷനും ഇനി ബ്രോങ്കസിലായിട്ട് എന്തെങ്കിലും ഉള്ള പ്രശ്നം, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിക്കോ എല്ലാത്തിനും നമുക്കിത് കറക്റ്റായിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കഫത്തിൻ്റെ ദോഷം ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ബ്രഹ്മി ഘൃതം എന്നുള്ളത് അങ്ങ് മാറ്റിയിട്ട് ബ്രഹ്മി നീരെടുത്ത് കൊടുക്കുന്നതിന് ചെയ്യണം. നമ്മൾ സത്യം പറഞ്ഞാൽ മെഡിസിൻസ് ഉപയോഗിക്കാം, പക്ഷേ അത് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കണം. അതായത് ഇപ്പം ഞാൻ ബ്രഹ്മി പറഞ്ഞു, ബ്രഹ്മി ഘൃതവും പറഞ്ഞു. അപ്പം ബ്രഹ്മി ഘൃതം തന്നെയല്ല ബ്രഹ്മി എന്നുള്ളതല്ല നമ്മൾ പറയേണ്ടത്. ബ്രഹ്മി ഘൃതം ചില കണ്ടീഷൻസിന് യൂസ് ചെയ്യുന്നുണ്ട്, ചില കണ്ടീഷൻസിൽ പാടില്ല എന്നുണ്ട്. അത് നമ്മൾ ആരുടെയെങ്കിലും ഒരു ഒപ്പീനിയൻ, ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു ഒപ്പീനിയൻ അന്വേഷിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകാല നര വരുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെടുത്ത് കഴിഞ്ഞാൽ മിക്കുള്ളവരെയും നമ്മൾ ഒ പിയിലൊക്കെ ഇരിക്കുമ്പം ശനിയാഴ്ചകളിൽ കൂടുതൽ സ്കൂളിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിലൊരു ഭൂരിപക്ഷവും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏജ്ഡ് ആവുന്നതിന് മുമ്പ് കുഞ്ഞുകുട്ടികൾക്ക് വരെ 10, 11, 14 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും വേണ്ട, 3 വയസ്സുള്ള കുഞ്ഞിന് പോലും ഈ നമുക്ക് ഗ്രെയിൻ എന്ന് വെച്ചാൽ മുടി നരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഒരു വെള്ള കളറിലെ മുടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരമായിട്ട് പോലും നമുക്ക് ബ്രഹ്മീനെ യൂസ് ചെയ്യാം. അത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോഴോ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുമെന്ന് പറയാം. നമ്മളിപ്പം കുറച്ച് വൈജ്ഞാനികമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അലർജിയെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ മുടിയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതിനെല്ലാം ഉപരി നമ്മുടെ ശരീരത്തിന് ഒരു നല്ലൊരു ഇമ്മ്യൂണിറ്റി തന്നെ ഇതിന് കിട്ടും. അതായത് നമ്മൾ ക്ഷീണതായിരിക്കുന്നവർക്കും നമുക്ക് എന്ത് അസുഖങ്ങളും പെട്ടെന്ന് പിടിക്കുന്നവരും ആണെങ്കിൽ പോലും അവർക്കും ഒരു മരുന്നായിട്ട് തന്നെ ബ്രഹ്മി നിത്യവും നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മളുടെ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരമായിട്ട് തന്നെ നമുക്ക് ബ്രഹ്മി യൂസ് ചെയ്യാം. വ്രണങ്ങൾ ഉണങ്ങുന്നതിന് പോലും നമുക്ക് ബ്രഹ്മി യൂസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ നീരെടുത്ത് മുറിവുള്ള ഭാഗത്ത് നമ്മൾ എടുത്ത് ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും മാറി വൂണ്ട് ഹീലാവുന്നതിന്, മുറിവ് ഉണങ്ങുന്നതിന് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിനെല്ലാം ഉപരി നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ ഇത് വളരെയധികം ഉപയോഗിക്കുന്നു. നമ്മുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷുഗർ നമുക്ക് നെല്ലിക്കയെ പോലെ തന്നെ പ്രധാനമായിട്ട് ലഭിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ബ്രഹ്മിയും. അപ്പം നെല്ലിക്ക പോലെ തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഷുഗർ ലെവലിനെ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ ആൻറ്റി ഹൈപ്പർ ഗ്ലൈസിമിക് പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഷുഗറിനെ ബാലൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്.
പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗന്ദര്യവർദ്ധകന വസ്തുവായും ഇല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടിയും നമുക്ക് ബ്രഹ്മി ഉപയോഗിക്കാം എന്നാണ് ഒരു പ്രധാന പഠനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യത്തിന് വേണ്ടി നമുക്ക് പൗഡർ ഫോമിൽ ഉപയോഗിക്കാം, നിത്യം കഴിക്കുന്നത് കൊണ്ട് ഉപയോഗിക്കാം. ഇനിയിപ്പം കുഞ്ഞു കുട്ടികൾക്കും കൊളസ്ട്രോൾ ഇല്ലാത്തവർക്കും ചെക്ക് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും ബ്രഹ്മി ഘൃതം കൊടുക്കുക കഴിക്കുന്നത് കൊണ്ടും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു സൗന്ദര്യം, നല്ലൊരു പ്രസാദവും ആ ഒരു വർണ്ണ്യവും ഒക്കെ കിട്ടുന്നതിന് വർണ്ണ്യത്തിന്, കളറിനും, പുഷ്ടിക്കും, അതായത് രക്തത്തിനൊരു പ്രസരണം, അതായത് നമ്മുടെ രക്തപ്രസരണം വരുന്നത് വഴി നമ്മുടെ മുഖത്തിനുള്ളൊരു ഗ്ലോനെസ്സും എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതായി കാണാം. അപ്പോൾ നമുക്ക് ഇത് ബ്രഹ്മി എന്നുള്ളത് നമ്മൾ നിസ്സാരം തള്ളിക്കളഞ്ഞ് മാറ്റേണ്ട ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിലും ഒക്കെ കാണുന്ന ഒരു സസ്യം കൂടിയാണ് ഇത്. നമുക്ക് മിക്കുള്ളവർക്ക് അറിയാം. അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ ബ്രഹ്മി ജസ്റ്റ് ഒന്ന് എന്താണെന്നൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനൊക്കെയാലും നമുക്ക് ചട്ടിയിൽ നമുക്കിത് വളർത്തിയെടുത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഇവരുടെയൊക്കെ കോൺസെൻട്രേഷനും ഇവരുടെയൊക്കെ മാർക്കിനും ഒക്കെ വേണ്ടി നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ ഇന്ന എത്തണമെന്ന്. അപ്പം അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ കൂടിയാണ്. എന്ന് വെച്ചാൽ മെഡിസിൻ എന്നുള്ളതുപരി ഇത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിനും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു സസ്യം കൂടിയാണ്. അപ്പം നിങ്ങളത് യൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.